മൈ വേ ബൈ കല്യാണി. ഇപ്പൊ 2 ദിവസം മുമ്പ് നിങ്ങൾ ആ വീഡിയോ കേട്ടിട്ടുണ്ടാവും. ജീവലക്ഷ്മി എന്നാണ് അവരുടെ ശരിക്കുള്ള പേര് കേട്ടോ, ജീവലക്ഷ്മി KR. അവരൊരു ക്ലിനിക്കിൽ പോവാണ്. അതായത് മുഖത്ത് എന്തൊക്കെയോ ക്രീം വാരി തേച്ചിട്ട് എന്തൊക്കെയോ പണി കിട്ടി എന്നുള്ളതാണ്. ഡെയിലി ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്നുള്ളതാണ്. കൊളാബറേഷൻ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടേ അവസാനം ഫ്രീ ആയിട്ട് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ തോന്നുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ദേഷ്യം അവിടെ തീർത്തു എന്നുള്ളതാണ്. ഒരു ക്ലിനിക്ക് കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഒരു ക്ലിനിക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് നടത്തുന്നു. ട്രീറ്റ്മെന്റ് ചെയ്ത പേപ്പർ ഒന്നും അവർക്ക് കൊടുത്തില്ല എന്നൊരൊറ്റ പേരും പറഞ്ഞുകൊണ്ട് ഒരു കാരണവും ഇല്ലാതെ അകാരണമായിട്ട് അവർക്കെതിരെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു. ഇതാണ് സംഭവം. ഇപ്പൊ കുറെ കൊളാബറേഷനും കാര്യങ്ങളൊക്കെ നമുക്കും വരാറുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ പരമാവധി ഒഴിവാക്കും. കാരണം എന്താണെന്നറിയോ? കൂടുതൽ വരുന്നത് കോസ്മെറ്റിക് ഐറ്റംസ്, പിന്നെ ഇല്ലീഗൽ ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ, ഇതൊക്കെയാണ് വരുന്നത്. പണ്ടേ നമ്മൾ ഇതിനൊക്കെ എതിരാണെന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ആളുകളെ പറ്റിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു തവണ ക്രീം വാങ്ങി അങ്ങ് തേക്കും, എന്നിട്ടാണ് പരസ്യം ചെയ്യും. ഇത് പാവപ്പെട്ട ആളുകൾ ലിങ്കം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് അത് വാങ്ങി തേക്കും, അവർക്ക് പണി കിട്ടും എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കാണിക്കാതെ ഇമ്മാതിരി സാധനങ്ങളൊന്നും വാരി പൊത്തരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കല്യാണി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാൻ കേട്ടു. ആ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പൊളിച്ചടക്കാനും കഴിയുന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള കുറച്ച് ഡാറ്റാസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ല. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം അല്ല ചേച്ചി ഇപ്പോ എന്താ പഠിച്ചതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. നിങ്ങളിപ്പോ അടുക്കളയിൽ നിന്ന് ആ പുട്ടുണ്ടാക്കിയല്ലോ, ആ പുട്ടുണ്ടാക്കുന്ന അത്ര എളുപ്പമല്ല ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ കോഴ്സുകളൊക്കെ തെരഞ്ഞെടുത്ത് അതിലൊക്കെ വിജയിക്കുക എന്നുള്ളത്. എന്നിട്ട് അവരൊരു ക്ലിനിക്കോ ആശുപത്രിയോ തുടങ്ങി കഴിഞ്ഞാൽ ചേച്ചിക്ക് പുട്ടുണ്ടാക്കുന്ന ലാഘവം മാത്രമാണ്. പുട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചേച്ചി ഇത്ര ലാഘവത്തോട് കൂടിയിട്ട് ഫ്രീ കിട്ടാത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഇത്രക്ക് രോഷാകുലരാവേണ്ട കാര്യമില്ല. കാരണം ചേച്ചി വാരിപ്പോത്തിയ ക്രീമുകൾ ചേച്ചിക്ക് തന്ന പണി അത്രയും മാത്രം ആളുകളുടെ പ്രാക്കും, അത്രേ ഉള്ളൂ. എല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. എന്തായാലും കൊള്ളാം ചേച്ചിയുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുന്നു. പക്ഷെ വാരിപ്പൊത്തിയിട്ട് ഓരോ ക്രീമുകൾ ഇങ്ങനെ കണ്ണും പൊട്ടി തേക്കരുത്. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ പറ്റിക്കരുത്, ചതിക്കരുത്. 1 മില്യൺ ഒക്കെയാണ് യൂട്യൂബിലുള്ളത്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കരുത്. ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അതവിടെ നിൽക്കട്ടെ. എന്തായാലും ചേച്ചി പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, മാസത്തിൽ 3 വട്ടമൊക്കെ അത്ര ഡോക്ടർ അവിടെ വരാറുള്ളൂ. പക്ഷെ ഡോക്ടറുമായിട്ട് ചേച്ചിക്ക് ഭയങ്കര ചങ്ങാത്താണ് കേട്ടോ, ഭയങ്കര ചങ്ങാത്താണ്. പക്ഷെ ചേച്ചി അങ്ങോട്ട് പരാതി കൊടുത്തു എന്നാണ് ചേച്ചി പറഞ്ഞത്. പക്ഷെ ചേച്ചിക്കെതിരെ ഇങ്ങോട്ടാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. അവിടെ പോയിട്ട് ബഹളം വെക്കുകയും വീഡിയോ എടുക്കുകയും അവിടെ വരുന്ന രോഗികളോട് ഇവിടെ എന്തിനാണ് നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അറിയാൻ വേണ്ടിയിട്ടാണ്, ഇൻഫ്ലുവാണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ നക്കാപ്പിച്ച പൈസയും വാങ്ങിയിട്ട് ഇല്ലാക്കഥയും പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു ക്രീം വാരി പൊത്താറില്ലേ? തലയിലും തേക്കാറുണ്ട്, മുഖത്തും തേക്കാറുണ്ട്, കക്ഷത്തിലും തേക്കാറുണ്ട്. ഇനി എവിടൊക്കെ തേക്കുന്നുണ്ട് ദൈവം നമ്പുരാൻ അറിയാന്നുള്ളതാണ്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരു കൂട്ടം പൊട്ടന്മാരും പൊട്ടികളുമായ ആളുകൾ വെറുതെ വാങ്ങിത്തേക്ക് ഒരു റിസൾട്ടും കിട്ടാതെ വല്ല അസുഖവും പിടിച്ചിട്ട് ആശുപത്രി കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചൈന എന്ന് പറയുന്ന മഹാരാജ്യത്ത് അവിടെ ഇത്തരം ക്രീമുകളൊക്കെ ആർക്കെങ്കിലും പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഡോക്ടറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ആയിരിക്കണം. അല്ലാതെ തോന്നിയ പോലെ ഇൻഫ്ലുവാണങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യയിലും അതേ നിയമം തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ഇൻഗ്രീഡിയൻസും ചേർത്തുകൊണ്ടാണ് ഇമ്മാതിരി സാധനങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത്. പാച്ച വെളുത്തിട്ട് പാറാന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അതേപോലത്തെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. പല ആളുകളുടെയും ക്രീമുകൾ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവരൊരു ക്രീം ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് ഇവിടെയുള്ള നിയമങ്ങൾ മാറ്റം വരിക തന്നെ വേണം, നിയമനിർമ്മാണം നടത്തുക തന്നെ വേണം എന്നുള്ളതാണ്.
ഓക്കെ, ചേച്ചി എന്തിനാ ട്രീറ്റ്മെന്റ് നടത്തിയെന്ന് അറിയോ? മുഖത്തൊരു കുരു വന്നു, ചേച്ചിക്ക് ഇനിയും വെളുക്കണം, ചേച്ചിക്ക് ഇനിയും വെളുക്കണം, ഒന്ന് മെലിയണം. കൊള്ളാം ചേച്ചി, കൊള്ളാം. ഇതൊക്കെ ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്. ഒരു പണിയൊക്കെ കിട്ടാതിരിക്കും. ഇനി എന്താ സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്കിലുള്ള ആരെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ അല്ലേ? നമുക്ക് ആ ക്ലിനിക്കിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വിസിറ്റ് അറൌണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടതയോൺ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ നിന്നാണ് പിന്നെ കളി മാറിയെന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെ ഓരോ ഇൻഫ്ലുവാണങ്ങൾ പറയുന്ന വീഡിയോയും കേട്ടുകൊണ്ട് ഓരോന്ന് വാരി പൊത്തരുത്. ഈ ഡ്രസ്സിന്റെ കാര്യമല്ല, ഡ്രസ്സൊക്കെ അവിടെ നിൽക്കട്ടെ, ഓർണമെന്റ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ കോസ്മെറ്റിക് ഐറ്റംസ് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ എട്ടിന്റെ പണി കിട്ടും. 2015 വരെ ഒന്നും ഇത്തരം കാര്യങ്ങൾ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന ആളുകൾ വിരളമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളുകളിലടക്കം, ഇപ്പൊ കർണാടക സംസ്ഥാനത്തൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് സ്കൂളിൽ വരരുത് എന്നുള്ള നിയമം പോലും കൊണ്ടുവന്നു. കാരണം അത്രമാത്രം സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്റെ പഠനം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സർക്കാരൊക്കെ നിലപാടെടുത്തത്. പക്ഷെ നമ്മുടെ നാട്ടിലെ സർക്കാരൊക്കെ നട്ടം നോക്കി ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി കേൾക്കാം. ഇനിയാണ് കേൾക്കേണ്ടത് കേട്ടാ. കൊളാബ് ചോദിച്ചു പോലും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു. ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് CEOക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Why? Because നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരായി. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി. തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ്. അല്ല, ആകെ വല്ലപ്പോഴാണ് മാഡം വരാറെന്ന് ചേച്ചിക്ക് വ്യക്തമായിട്ട് അറിയാം. ചേച്ചിനെ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് ചേച്ചിയുടെ ഫാനായിട്ടാണ് ചേച്ചി അങ്ങോട്ട് പോയിട്ടുള്ളത്. എന്റെ കല്യാണി മാഡം വല്ലാത്തൊരു പരിപാടി നെട്ട കാണിച്ചത്. കൊളാബറേഷൻ തരുന്നില്ല എന്നൊരൊറ്റ പേരും പറഞ്ഞിട്ട് ഒരു കമ്പനിയെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. ഇങ്ങനെ കുറെ അഹങ്കാരികളായിട്ടുള്ള സെലിബ്രിറ്റികൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് നന്നാവാത്തത്. സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു ആധികാരികതയും ഇല്ലാതെ ഇവര് ഓരോ ക്രീം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും, എന്നിട്ട് തേക്കുന്ന ആളുകൾക്ക് പണി കിട്ടും എന്നുള്ളതാ. മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അയാള് ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കുന്നതല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്തു വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്കുള്ള റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്കത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. കേട്ടില്ലേ? അപ്പൊ ഇത്രയുള്ള കാര്യം. ഇവര് പ്രൊമോഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർ കൊടുത്ത പണിയാണ്. അവരവിടെ ചെന്നിട്ട് ഒരുപാട് ബഹളം വെച്ചതിന്റെ ഭാഗമായിട്ട് അവര് കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞിട്ട് കല്യാണി മാഡം ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക.
സത്യത്തിൽ ഇവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് കൊളപ്രശ്നം വന്നതാ. ഇപ്പൊ കുറെ ഇല്ലീഗൽ ആപ്പുകളില്ലേ, ബെറ്റിംഗ് ആപ്പുകൾ, ഇതിന്റെയൊക്കെ പ്രൊമോഷൻ വന്ന 5 ലക്ഷം റുപ്യ, 8 ലക്ഷം റുപ്യ, 10 ലക്ഷം രൂപ, ഇതൊക്കെയാണ് അവർ തരാൻ പോകുന്ന എമൗണ്ട്. അറിയാം നിങ്ങൾക്ക്, ഞങ്ങളത് വാങ്ങിയിട്ട് നിങ്ങളുടെ മുന്നിൽ വെറുതെ ഒരു വീഡിയോ, 1 മിനിറ്റിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരതങ്ങ് പരമാവധി പ്രൊമോഷൻ ചെയ്യും. നമ്മുടെ മുഖം വെച്ചുകൊണ്ട് ഇത് വലിയ രീതിയിൽ എത്തുന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ഇതിലിപ്പോ പെട്ട് കിടക്കുന്ന കഥ നമുക്കറിയാം. ഒരുപാട് കേസുകളിൽ പെട്ട ആളുകൾ അറിയാം. ഇപ്പൊ ഞാൻ ശ്രീനിവാസ് ഒക്കെ പറയില്ല, ഞാൻ ഒരു അഭിനേതാവാണ്, ഞാൻ ഇങ്ങനെ കിട്ടിയതൊക്കെ ചെയ്യുന്ന പറഞ്ഞത്. അതായത് സാമൂഹ്യ പ്രതിബദ്ധത ഒന്നും ഇല്ലാത്ത ആളുകൾ അങ്ങനെ പലതും ചെയ്യും. എനിക്കത് വന്നപ്പോൾ തന്നെ ഞാൻ റിജക്ട് ചെയ്ത് വിട്ട കാര്യമാണ്. ഇപ്പൊ സായിക്ക് ഉത്തരം ആപ്പുകളുടെ ഒക്കെ ഒരുപാട് പരസ്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അവരൊന്നും അത് എടുക്കില്ല എന്നുള്ളതാണ്. അത് അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനം, അതേപോലെ തന്നെ കൂലിപ്പണിക്ക് പോയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് പൈസ ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഇത്തരം ഐറ്റംസ്, ജനങ്ങളെ പറ്റിക്കുക പറഞ്ഞാൽ വെറുതെ ഒരു വാക്ക് കൊണ്ട് പറ്റിക്കൽ മാത്രമല്ല, അവരുടെ ആരോഗ്യവും അവരുടെ ആയുസ്സും കൂടി കവർന്നെടുക്കുന്ന രീതിയിലുള്ള പറ്റിക്കലുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നോക്കുക. കുറച്ച് ക്യൂട്ടാണെന്ന് കരുതിക്കൊണ്ട് പെണ്ണുങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കരുത്. കാരണം അതിന്റെ പിന്നിൽ കുറെ മണ്ടത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഒരുപാട് ആണുങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് ആളുകളുണ്ട്. മുന്നേ തന്നെ ഇതൊക്കെ നമ്മൾ പൊളിച്ചടക്കുക എന്നുള്ളതാണ്. ആളുകൾ ഇതിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും 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 അതിലേക്ക് തന്നെ കോപ്പ് കുത്തുന്നു. നിങ്ങൾ ഇനിയെങ്കിലും ബുദ്ധി ഉപയോഗിക്കുക, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.